പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 16-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. ഭൂമിയിലെ വിശുദ്ധന്മാരെ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദൈവനെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എൻ്റെ അവകാശത്തിൻ്റെ പാനപത്രത്തിൻ്റെ പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രി കാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡം നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിൻ്റെ പരിശുദ്ധ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലതുഭാഗത്തെന്നും പ്രമോദങ്ങളും ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. 11 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സങ്കീർത്തനമാണ് ഇത്. ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതമാണ്. ഹല്ലേലൂയ, സ്തോത്രം. സ്വർണ്ണഗീതം എന്ന് പറഞ്ഞാൽ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനം എന്ന അർത്ഥത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ബൈബിളിലെ 56 മുതൽ 60 വരെയുള്ള സങ്കീർത്തനങ്ങൾ സ്വർണ്ണ ഗീതങ്ങൾ എന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് അവനെക്കുറിച്ച് സംസാരിച്ചു. നിന്റെ പരിശുദ്ധന് ദ്രവത്വം കാണുവാൻ സമ്മതിക്കുമില്ല. ഈ പദങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ പുനരുദ്ധാനം തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ഉയർത്തു എന്ന് ദൈവദാസന്മാർ പൗലോസ് പറഞ്ഞിരിക്കുന്നു. പത്രോസിൻ്റെ പ്രസംഗത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം 25 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നു. ഈ സങ്കീർത്തനം നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി വായിച്ചു നോക്കുക. അതിൽ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്നു. ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. ദാവീദിൻ്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. ദൈവം യേശുവിനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം മുൻപ് കൂട്ടി പ്രസ്താവിച്ചു. ഹല്ലേലൂയ. കർത്താവിന് വരേണ്ടതായ കഷ്ടതയെക്കുറിച്ചും പിന്നീട് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതും എല്ലാം തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി പൗലോസ് പറഞ്ഞിരിക്കുന്ന നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 13:35 മുതൽ 38 വരെയുള്ള ഭാഗങ്ങൾ പൗലോസ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അതായത് അന്ത്യോക്യയിൽ പ്രസംഗിക്കുവാൻ പൗലോസിന് ഒരു അവസരം ലഭിച്ചു. അപ്പോൾ പൗലോസ് ഈ സങ്കീർത്തനത്തിൽ നിന്നെടുത്ത് ഉദ്ധരിക്കുകയാണ് യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്നത്. ആ വചനം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 13:35 മറ്റൊരു സങ്കീർത്തനത്തിൽ നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചനോ ദ്രവത്വം കണ്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പത്രോസും പൗലോസും ഈ സങ്കീർത്തനത്തെ, ഈ വാക്യങ്ങളൊക്കെ അപ്പോസ്തലപ്രവൃത്തിയിൽ ഉടനീളം യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പൗലോസും പത്രോസും ഒക്കെ പ്രസംഗിച്ചത് ഇതിലൂടെയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പുമാണ് ബൈബിൾ ഏറ്റവും കാതലായ ഭാഗം. ഹല്ലേലൂയ, സ്തോത്രം. യേശു എപ്പോൾ ജനിക്കുമെന്നും എന്തിനാണ് ജനിക്കുന്നതെന്നും അതുപോലെ തന്നെ താൻ മരിക്കുമെന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് 7-8 പ്രാവശ്യം ബൈബിളിൽ വ്യക്തമായിട്ടുണ്ട്. അതെല്ലാം വായിക്കാൻ നിന്നാൽ ഒരുപാട് സമയമാകും, അതുകൊണ്ട് പറയുന്നില്ല. യോന കടലാമയുടെ വയറ്റിൽ 3 നാളിരുന്ന പോലെ 3 രാവും പകലും മനുഷ്യപുത്രൻ ഇരിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ മന്ദിര പൊളിപ്പിൽ 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയെന്ന് പറഞ്ഞ്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു.
അങ്ങനെ 3 ഉപമകൾ 8 പ്രാവശ്യം പല സന്ദർഭങ്ങളിൽ കൊടുത്തതായിട്ട് ബൈബിളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 11 പ്രാവശ്യം യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാം, പുനരുദ്ധാനം തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും പാലസ്തീൻ്റെ മണ്ണിൽ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. ഹല്ലേലൂയ. ബാക്കി എല്ലാ പ്രശസ്തന്മാരും പ്രഗത്ഭനായവരും ജ്ഞാനികളും മരിച്ചു മൺമറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രം മരിച്ചു മൺമറഞ്ഞ് പരാജിതനായ ഒരു ദൈവമല്ല. അവിടെയാണ് നമ്മൾ യേശുവിനെ പിൻപറ്റുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ യേശു ക്രിസ്തു മരിച്ച് മൺമറഞ്ഞു പോയ ഏതോ ഒരു ദൈവമല്ല, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ദൈവം, ജയാളിയായ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു, ആ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നു, ആ യേശുവിനായി നമ്മൾ ജീവിക്കുന്നു. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചത് ഒരു കാര്യമാണ്. എന്തെന്നറിയാമോ? യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് പിന്നെയും ഇത്രയും സ്നേഹമുള്ള, ഇത്രയും മനസ്സിലുള്ളൊരു അപ്പനെ നമുക്ക് ഈ ഭൂമിയിൽ കാണാനേ പറ്റത്തില്ല. പിന്നെയും പിതാവിനോട് പെർമിഷൻ ചോദിക്കണം, ഒരു 40 ദിവസം കൂടെ ഞാൻ ഈ ശിഷ്യന്മാരെ കൂടെ നടന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തോട്ടെ എന്ന് ചോദിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുപ്പച്ചൻ മരിച്ചു മൺമറഞ്ഞില്ല. ഉയർത്തെഴുന്നേറ്റ് പിന്നും ഒരു മനുഷ്യനെ പോലെ തൻ്റെ ശിഷ്യന്മാരെ കൂടെ നടന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് തെളിവിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യേശു ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നു, ഇനി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 3.5 വർഷം കൂടെ നടന്നിട്ടും പഠിക്കാത്ത ശിഷ്യന്മാർക്ക് വേണ്ടി യേശു അപ്പച്ചൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പിന്നെയും 40 ദിവസം ക്ലാസ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്തൊരു സ്നേഹമാണ് നമ്മുടെ യേശു അപ്പച്ചനോടുള്ളത്. കാരണം ഇത്രയും ക്ഷമയുള്ള, എല്ലാവരും കൈവിട്ടു പോയി, ഒടുവിലത്തെ സമയത്ത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. കൂടെ നടന്ന് ഒരുമിച്ച് ഭക്ഷിച്ചവർ, ഒരുമിച്ച് കിടന്നുറങ്ങിയവർ, സന്തോഷത്തോടെ നടന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്നതെല്ലാം കണ്ട ശിഷ്യന്മാർ ഒടുവിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോലും ശിഷ്യന്മാർക്ക് കഴിയാതെ അവർ ഉറങ്ങിത്തൂങ്ങി. എല്ലാവരും ഹല്ലേലൂയ. പത്രോസ് പോലും 3 വട്ടം യേശുവിനെ എനിക്കറിയത്തില്ലെന്നൊരു സാധാരണ ഒരു പെൺകുട്ടിയുടെ മുമ്പ്, ഒരു ദാസിയുടെ മുമ്പിൽ ഹല്ലേലൂയ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് യേശുവിൻ്റെ കൂടെ നടന്നേല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കൂടെ ഇരുന്നവർ, നിങ്ങളെ കൂടെ നടന്നവർ, നിങ്ങളെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷിച്ചവർ, ഒരുമിച്ച് ആരാധിച്ചവർ, ഒരു ഭവനത്തിൻ്റെ അകത്ത് പാർത്തവർ, ഇതുപോലെ നിങ്ങളെ ഒറ്റുകൊടുത്താൽ, നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ, നിങ്ങളെ ഉപേക്ഷിച്ചാൽ നിങ്ങൾ സങ്കടപ്പെടരുത്. എന്തെന്നറിയാമോ? കർത്താവിനെ ചെയ്തതുപോലെ നീ കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ കർത്താവ് പറഞ്ഞു, ഈ ഭാവം തന്നെ. ഏത് ഭാവം? യേശുപ്പച്ച അനുഭവിച്ച കഷ്ടതയും പ്രയാസവും നിന്ദയും ഉപദ്രവവും എല്ലാ ഒറ്റപ്പെടലും എല്ലാം നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ തുള്ളിച്ചാടി സന്തോഷിക്കണം. എന്തുകൊണ്ടെന്നറിയാമോ? കർത്താവ് അനുഭവിച്ചതെല്ലാം അനുഭവിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ കൂട്ടാളിയായിത്തീരുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന ആരെങ്കിലും ജീവിത പങ്കാളി ഉപേക്ഷിച്ചെന്നോ, മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞെന്നോ, സഹോദരങ്ങൾ കുറ്റം പറഞ്ഞെന്നോ, സ്വന്തം മക്കൾ തള്ളിക്കളഞ്ഞെന്നോ ഓർത്ത് നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന ദൈവപൈതലാണെങ്കിൽ നിങ്ങൾ കരയരുത്, നിങ്ങൾ സന്തോഷിക്കണം. എല്ലാവരും കൈവിടുമ്പോൾ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഈ കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.